Hi students, how are you all? Welcome to our SS online class. Are you ready for the class? Today we are discussing about the second chapter in our history, New Kings and Kingdoms. Are you ready for the class? Previous class we are already discussed about the first lesson in this chapter. Do you remember that? Okay, let's start our class. Okay, let's start our class. Previous class we are already discussed about the first topic in the second chapter, New Kings and Kingdoms. That class we are already discussed the new dynasties emerged after the 7th century. Which are the dynasties emerged after the 7th century? Yes, Cholas, Cheras, Pandyas, Paramaras, Kalingas, etc. And so many dynasties emerged after the 7th century. Okay. Then next we will discuss the emergence of new dynasties. 7th സെഞ്ച്വറിക്ക് ശേഷം മോർ ഡൈനാസ്റ്റീസ് എമേർജ് ചെയ്തു. എന്തൊക്കെ റീസൺസ് ആണ് അതിന് മെയിനായിട്ട് ഉണ്ടായിരുന്നത് എന്നാണ് പറഞ്ഞിരുന്നത്. എന്തെന്നു ബിഗ് ലാൻഡ് ലോഡേഴ്സ് ഓർ വേരിയസ് ചീഫ് ഇൻ ഡിഫറെൻറ്റ് റീജിയൻസ് ഓഫ് ദി സബ് കോണ്ടിനെൻറ്റ് അല്ലേ. അവരെന്തായി സാമന്താസ് അല്ലേ. സാമന്താസ് പിന്നെ അവർക്കിടയിൽ ഒരുപാട് ഡിഫറൻസ് വന്നു. അവർ മഹാസാമന്താസ് അങ്ങനെ എന്ത് ചെയ്തു, അങ്ങനെ അവർ ഇൻഡിപെൻഡൻ്റ് ആയി നിന്നുകൊണ്ട് ന്യൂ ഡൈനാസ്റ്റീസൊക്കെ എമേർജ് ചെയ്തു. അങ്ങനെ അവർ ഓരോ പ്ലേസിലും ഓരോ നെയിമിലൊക്കെ അല്ലേ. നമ്മൾ എക്സാമ്പിൾ പറഞ്ഞതായിരുന്നു രാഷ്ട്രകൂടാസ് ഇൻ ഡക്കാനിലെ രാഷ്ട്രകൂടാസ് എന്താ മിഡ് 8th സെഞ്ച്വറിയിൽ ഉണ്ടായിരുന്ന രാഷ്ട്രകൂടയിലെ ചീഫ് എന്താ അവർ റിച്വൽ ഹിരണ്യഗർഭ എന്നുള്ള റിച്വലൊക്കെ നടത്തി. അങ്ങനെ അവർ സ്വന്തമായിട്ടൊക്കെ ചെയ്തു. അങ്ങനെ ഇവരൊരു ന്യൂ ഡൈനാസ്റ്റിക് എമേർജ് ചെയ്തു എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അഡ്മിനിസ്ട്രേഷൻ ഇൻ ദി കിങ്ഡംസ് ആണ്. Many of these new kings adopted high-sounding titles such as Maharaja Adiraja, Overlord of King Trivarna Chakravarti. However, in spite such as claims often അവർ എന്തൊക്കെ നെയിംസാണ് എടുത്തിരുന്നത് എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ എന്തു പറഞ്ഞു, അവർ ടാക്സൊക്കെ കളക്ട് ചെയ്തിരുന്നു, റവന്യൂ ഒക്കെ കളക്ട് ചെയ്തിരുന്നു എന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബ്രാഹ്മൺസിൽ നിന്നാണ്. പിന്നെ എന്താണ്, അവർ റെൻറ്റ് വാങ്ങി, പീപ്പിൾസിൽ നിന്നൊക്കെ റെൻറ്റ് വാങ്ങി എന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടാണ് 400 ടാക്സസ്. The inscriptions of the Cholas who ruled in Tamil Nadu refer to more than 400 terms of different kind of taxes. അപ്പോൾ ചോളാസ് തമിഴ്നാടുണ്ടായിരുന്ന ചോളാസ് എത്ര തരം ടാക്സസ് വാങ്ങിയിരുന്നു? 400. അത്രയും ഡിഫറെൻ്റ് ആയിട്ട് ടാക്സ് ഉണ്ടായിരുന്നു. ദ മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി മെൻഷൻഡ് ടാക്സ് ഈസ് വെട്ടി. ഇപ്പം എന്താണ്, പ്രധാനമായിട്ടും ടാക്സിന് അവർ വെട്ടി എന്നാണ് പറഞ്ഞിരുന്നത്. Taken not in cash but in the form of forced labor and kadmai or land revenue. ഇപ്പം എന്താണ്, ക്യാഷായിട്ടും അങ്ങനെ വാങ്ങിയിരുന്നില്ല. എന്താ ലേബർ തൊഴിലാളികളായിട്ടും കാടമയായിട്ടും അതേപോലെ ലാൻഡ് ഭൂമിയുടെ റവന്യൂ ആയിട്ടൊക്കെ ആയിട്ടായിരുന്നു അവർ വാങ്ങിയിരുന്നത്. There were also taxes on touching the house, the use of a ladder of climb palm trees, a case succession of family പ്രോപ്പർട്ടീസിനൊക്കെ അവർ ടാക്സ് വാങ്ങിയിരുന്നു. ദെൻ നെക്സ്റ്റ്, ദിസ് റിസോഴ്സസ് വെർ യൂസ്ഡ് ടു ഫിനാൻസ് ദ കിങ്സ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്. എന്താണ്, അവർ എന്ത് ചെയ്തു, ദിസ് റിസോഴ്സസ് വെർ യൂസ്ഡ് ടു ഫിനാൻസ് ദ കിങ്സ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആസ് വെൽ ആസ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് ടെമ്പിൾസ് ആൻഡ് ഫോർട്സ്
എന്താണ് ഇതാ ഈ വിഭവങ്ങളില്ലേ അവർക്ക് ടാക്സ് ആയിട്ട് ലഭിക്കുന്ന ഈ വിഭവങ്ങളൊക്കെ കിങ്സ് എന്തിനു വേണ്ടി യൂസ് ചെയ്തു? ധനസഹായമായിട്ട് യൂസ് ചെയ്തു. എന്തിന്? അവർക്ക് പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ധനസഹായമായിട്ടാണ് ഇങ്ങനെ അവർ കളക്ട് ചെയ്യുന്ന റവന്യൂ ആയിട്ടോ കളക്ട് ചെയ്യുന്ന ടാക്സ് അവർ ഉപയോഗിച്ചിരുന്നത്. ഇതെന്താണ്? കൺസ്ട്രക്ഷൻ ഓഫ് ടെമ്പിൾസ് ആൻഡ് ഫോർട്ട് അതുപോലെ ടെമ്പിൾസൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഈ ടാക്സസ് ആയിരുന്നു അവർ യൂസ് ചെയ്തിരുന്നത്. ദേ വെർ ആൾസോ യൂസ്ഡ് ടു ഫൈറ്റ് വാർസ്. എന്താണ്? അതുപോലെ വാറൊക്കെ നേരിടാം അല്ലേ? വേറൊരു കിണ്ടായിട്ടൊക്കെ വാറ് നടക്കുമല്ലോ. അപ്പോൾ ആ യുദ്ധങ്ങളൊക്കെ നേരിടാൻ വേണ്ടിയിട്ടും അതിനൊക്കെ ഒരുപാട് ആയുധങ്ങൾ വേണം, വെപ്പൺസ് വേണം, അതുപോലെ മിലിറ്ററി ഫോഴ്സ് വേണം. അതിനൊക്കെ ഒരുപാട് മണി ആവശ്യമായിട്ട് വരും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് ഈ ടാക്സ് ആയിരുന്നു. അപ്പോൾ എന്താണ്? ഫൈറ്റ് വാഴ്സിന് വേണ്ടിയിട്ട്, ടെമ്പിൾസ് ഫോർട്ട്സൊക്കെ കൺസ്ട്രക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഈ ടാക്സ് അവർ ഉപയോഗിച്ചു. which were in turn expected to lead to the acquisition of wealth, the form of plunder and access the land as well as trade routes. എന്താണ്? അതുപോലെ കൊള്ള അല്ലേ, നമ്മൾ മോഷ്ടിക്കൂലേ, കൊള്ളയുടെ രൂപത്തിലും എന്താ പറയുക സ്വത്ത് സമ്പാദിക്കാം. നമ്മൾ മോഷ്ടിച്ചുണ്ടാക്കൂല സ്വത്ത്, അതുപോലെയും പിന്നെന്താ വ്യാപാരത്തിലൂടെയൊക്കെ സ്വത്ത് സമ്പാദിക്കാൻ കഴിയുമെന്നൊക്കെ അവർ വിശ്വസിച്ചിരുന്നു. The functionaries of collective revenue were generally recruited from influential families and position were often hereditary. എന്താ? ഈ റവന്യൂ കളക്ട് ചെയ്തിരുന്നത് പൊതുവായിട്ട് ഓരോ ഫാമിലീസിൽ നിന്നായിരുന്നു. അതന്നെ എങ്ങനെയാണ്? പൊസിഷൻസ് വെർ ഓഫർ ഹെറിഡിറ്ററി. അവരുടെ ഹെറിഡിറ്ററി മീൻസ് പാരമ്പര്യമായിട്ട് അവരുടെ പൊസിഷനൊക്കെ നോക്കിയിട്ട് ഓരോ വിഭാഗത്തിൽ നിന്നും ടാക്സൊക്കെ അവർ കളക്ട് ചെയ്തിരുന്നത്. ദിസ് വാസ് ട്രൂ അബൌട്ട് ദ ആർമി ആസ് വെൽ. എന്താണ്? അതൊരു ശരിയാണ്. ആർമീസൊക്കെ നല്ല വെല്ലായിട്ടുള്ള ആളുകളല്ല, അപ്പോൾ അവരിൽ നിന്നൊക്കെ ആ ഒരു തരത്തിൽ വാങ്ങുക, അങ്ങനെ ഉള്ളൊരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇൻ മെനി കേസസ് ക്ലോസ് റിലേറ്റീവ്സ് ഓഫ് ദി കിങ് ഹെൽഡ് ദിസ് പൊസിഷൻ. നല്ല ഹെറിഡിറ്ററി ഉള്ളവർക്കൊക്കെ നല്ല പദവിയൊക്കെ നൽകി, ആർമി പദവിയൊക്കെ നല്ല പാരമ്പര്യമായിട്ടുള്ളവർക്കൊക്കെ നൽകി. അതൊക്കെ പൊതുവായിട്ട് ആർക്കാണ് കിട്ടിയിരുന്നത്? ക്ലോസ് റിലേറ്റീവ്സ് ഓഫ് ദി കിങ് ഹെൽഡ് ദിസ് പൊസിഷൻ. കിങ്ങിൻ്റെ ക്ലോസ് റിലേറ്റീവ്സിനായിരുന്നു ഈ പൊസിഷൻസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞു? ഫസ്റ്റ് നമ്മൾ ടാക്സ് കൊടുക്കുന്ന ആരൊക്കെയെന്ന് പറഞ്ഞു, പിന്നെ ടാക്സ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ദെൻ അവർ എന്താണ്? അക്യൂസിഷൻ ഓഫ് വെൽത്ത് ഇൻ ദി ഫോം ഓഫ് പ്ലണ്ടർ. അപ്പോൾ എന്താണ്? ഒരു കൊള്ള നടത്തിയിട്ടും അതുപോലെ വ്യാപാരത്തിലൂടെയൊക്കെ സമ്പാദിക്കാൻ കഴിയുന്നവർ എന്നൊരു മാർഗ്ഗമായിരുന്നു അവർ നിർദ്ദേശിച്ചിരുന്നതെന്ന് പറഞ്ഞു. പിന്നെ റവന്യൂ എന്താ? പൊതുവായിട്ട് എല്ലാവരിൽ നിന്നും ഫാമിലീസിൽ നിന്നും ഒക്കെ ഒന്ന് കളക്ട് ചെയ്യുന്നു. പിന്നെ ഹെറിഡിറ്ററിക്ക് അനുസരിച്ച് അതിൽ മാറ്റം ഉണ്ടാക്കിയിരുന്നു. പിന്നെ കിങ് ഓരോരുത്തർക്ക് പൊസിഷൻ നൽകിയിരുന്നത് അവരുടെ ഹെറിഡിറ്ററൊക്കെ നോക്കിയിട്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ മെയിനായിട്ട് എന്താണ്? ക്ലോസ് റിലേറ്റീവ്സിനാണ് ആ പൊസിഷൻസ് കിട്ടിക്കൊണ്ടിരുന്നത്. ദെൻ നെക്സ്റ്റ് ടോപ്പിക്, പ്രശസ്തീസ് ആൻഡ് ലാൻഡ് ഗ്രാൻഡ്സ്. പ്രശസ്തീസ് കണ്ടെയ്ൻ ഡീറ്റെയിൽസ് ദാറ്റ് മേ നോട്ട് ബി ലിറ്ററലി ട്രൂ. എന്താണ്? പ്രശസ്തീസൊക്കെ അവർ കണ്ടെത്തിയിരുന്നത് ഡീറ്റെയിൽ നോക്കുമ്പോൾ ഒരു ലിറ്ററലി യഥാർത്ഥത്തിലൊരു കറക്റ്റ് അല്ല. ബട്ട് ദേ വിൽ ആസ് ഹൗ റൂളേഴ്സ് വാണ്ടഡ് ടു ഡെപ്പോസിറ്റ് ദംസെൽഫ് ആസ് വില്യൻ വിക്ടോറിയസ് വേരിയസ്. ഫോർ എക്സാമ്പിൾ, these were composed by learned brahmanas who occasionally helped in the administration. അപ്പോൾ എന്താ? അഡ്മിനിസ്ട്രേഷനിൽ അവർ സഹായിച്ചിരുന്നവർ അങ്ങനെയൊക്കെ നോക്കിയിട്ടായിരുന്നു അവർ പ്രശസ്തി നൽകിയിരുന്നത്. റൂളേഴ്സിന് മാത്രം ഒരു കറക്റ്റ് ഒരു എന്താ പറയുക പ്രശസ്തി നൽകുക, അതേപോലെ ലിറ്ററലി ഉണ്ടായിട്ട് അത് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അവരേറ്റവും കൂടുതൽ നോക്കി എന്താ? ഹെൽപ്ഡ് അഡ്മിനിസ്ട്രേഷനിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തവരായിരുന്നു പ്രശസ്തീസ് നൽകിയിരുന്നത്. ഫോർ എക്സാമ്പിൾ, എക്സാമ്പിളായിട്ട് പറഞ്ഞതായിരുന്നു കമ്പോസ്ഡ് ബൈ ലേൺഡ് ബ്രാഹ്മണാസിന് അവർ അങ്ങനെ ഒരു പ്രശസ്തി നൽകിയിരുന്നു. എന്തുകൊണ്ടാണ്?
ഹു ഒക്കേഷണലി ഹെൽപ്ഡ് ഇൻ ദി അഡ്മിനിസ്ട്രേഷനിൽ അവർ ഒരുപാട് ഹെൽപ്പ് ചെയ്തതുകൊണ്ട് തന്നെ ബ്രാഹ്മൺസിന് അവർ നല്ല പ്രശസ്തി നൽകിയിരുന്നു. ദ Achievements of Nagabhatta. Many rulers described their achievements in പ്രശസ്തീസ്. എന്താണ്, ഒരുപാട് റൂളേഴ്സ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അവരുടെ അച്ചീവ്മെൻറ്റ്സും പ്രശസ്തീസിലുള്ള അച്ചീവ്മെൻറ്റ്സൊക്കെ. യു റീഡ് അബൌട്ട് ദി പ്രശസ്തി ഓഫ് ദി ഗുപ്ത റൂളേഴ്സ് സമുദ്രഗുപ്ത ലാസ്റ്റ് ഇയർ അല്ലേ. സമുദ്രഗുപ്തൻ്റെ ഇത് എന്തൊക്കെയാണെന്ന് പഠിച്ചത്. എന്താ, വൺ പ്രശസ്തി റിട്ടൺ ഇൻ സാൻസ്ക്രിറ്റ് ആൻഡ് ഫൗണ്ട് ഇൻ ഗ്വാളിയർ. എന്താണ്, വൺ പ്രശസ്തി റിട്ടൺ ഇൻ സാൻസ്ക്രിറ്റ് ആൻഡ് ഫൗണ്ട് ഗ്വാളിയർ മധ്യപ്രദേശ്. ഡിസ്ക്രൈബ് ദ എക്സ്പ്ലോയിറ്റ്സ് ഓഫ് നാഗഭട്ട എ പ്രതികാര കിങ് ആസ് ഫോളോ. ദ കിങ് ഓഫ് ആന്ധ്ര സിന്ധാവ വിദർഭ എ പാർട്ട് ഓഫ് Maharashtra and Kalinga, part of Orissa, fell before him even as he was a prince. He won a victory over Chakrayuddha. He defeated a king of Vanga, Anartha Malava, Madhya Pradesh, Kirata, Tanushka, Vasta, Mastya. എന്താ പറയുക, ഒരുപാട് തരത്തിൽ അവർക്ക് പ്രശസ്തീസ് ലഭിച്ചിരുന്നു. ആ പ്രശസ്തീസ് എന്താണ്, റൂളേഴ്സിനില്ലേ അവരെ കിങ്സ്, ആ ഓരോ കിങ്സിനും അവരുടെ കിങ്ഡം അവരുടെ ഏതാണോ റൂൾ ചെയ്യുന്ന ആ ഒരു പ്ലേസിൽ നിന്ന് അവരുടെ പ്രവൃത്തിക്കും പ്രവർത്തനങ്ങൾക്കും അനുസരിച്ചിട്ട് ഒരുപാട് പ്രശസ്തീസൊക്കെ ലഭിച്ചിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെന്താ, കിങ്സ് ഓഫൻ റിവാർഡഡ് ബ്രാഹ്മണസ് ബൈ എ ഗ്രാൻഡ്സ് ഓഫ് ലാൻഡ്. എന്താണ്, കിങ്സ് ഓഫർ എന്താ റിവാർഡഡ് ബ്രാഹ്മൺസ് ബൈ ബ്രാഹ്മൺസിന് ലാൻഡൊക്കെ കിങ്സ് ഓഫർ റിവാർഡായി നൽകിയിരുന്നു. ദർ വർ റെക്കോർഡഡ് ആൻഡ് കോപ്പർ പ്ലേറ്റ്സ്. അതൊക്കെ എന്താണ്, ഈ സംഭവങ്ങളൊക്കെ അന്നത്തെ കാലത്ത് നടന്ന ഈ കിങ്സിൻ്റെയും ഈ കിങ്ഡംസിൻ്റെയും ഒക്കെ റിവാർഡ്സും ബ്രാഹ്മണാസും ഒക്കെ നമുക്ക് എന്താണ് ഇന്ന് റെക്കോർഡായിട്ട് നമുക്കിതൊക്കെ സ്റ്റഡി ചെയ്യാൻ വേണ്ടി കിട്ടുന്നത് എന്തുകൊണ്ടാണ്, റെക്കോർഡഡ് ഓൺ കോപ്പർ പ്ലേറ്റ്. എന്താണ് പറയുക, നമ്മൾ മൂവീസിലൊക്കെ കാണൂലേ, ചെമ്പ് ഇതിൽ താളിയോലയിൽ എഴുതി വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്, അതുപോലെ കോപ്പർ പ്ലേറ്റിൽ അന്ന് അത് ഫുള്ളായിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നു. വിച്ച് വർ ഗിവൺ ടു ദോസ് ഹു റിസീവ്ഡ് ദ ലാൻഡ്. അപ്പോൾ ആർക്കൊക്കെ ലാൻഡ് കിട്ടി അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ കോപ്പർ പ്ലേറ്റിൽ അവർ റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നു. വാട്ട് വാസ് ഗിവൺ ഇൻ ദി ലാൻഡ്. അപ്പോൾ എന്താ, ഭൂമിക്കൊപ്പം എന്താണ് നൽകിയത് എന്നാണ് പറയുന്നത്. ദിസ് ഈസ് എ പാർട്ട് ഓഫ് തമിഴ് സെക്ഷൻ ഓഫ് എ ലാൻഡ് ഗ്രാൻഡ് ഗിവൺ ബൈ ദി ചോളാസ്. വി ഹാവ് demarcated the boundaries of the land by making earthen embankments as well as by planting thorny bushes. This is what the land contains: fruit bearing trees, water, land, gardens and orchards, trees, wells, open spaces, pastures, land, a village and hills, platforms, canals, ditches, rivers, sea-laden land, tanks, granaries, fish ponds, beehives and deep lakes. എന്താ അതിന് ഫസ്റ്റ് പറയുന്നത്, എർത്തിന് എന്താണ് ബൗണ്ടറീസ് ഉണ്ടാക്കി. ഓരോ എർത്തിനും എർത്തിൽ നമ്മൾ ലാൻഡില്ലേ, ലാൻഡിന് ബൗണ്ടറീസ് ഉണ്ടാക്കി. ഓരോ ലാൻഡും എവിടെ എങ്ങനെയെന്നുള്ളതിനൊക്കെ ബൗണ്ടറീസ് ഉണ്ടാക്കി. പിന്നെ എന്ത് ചെയ്തു, അതുപോലെ പ്ലാന്റിങ് തോണി ബ്രഷസ്. ദിസ് ലാൻഡ് കണ്ടെയ്ൻസ് എന്താ, ഈ മൺപാത്രങ്ങൾ, അതിൽ മുള്ളുള്ള കുറ്റിക്കാടുകളില്ലേ അതൊക്കെ നട്ട് പിടിപ്പിക്കുക. അതൊക്കെ എന്താ പറയുക, നമ്മളെ ലാൻഡിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യമാണെന്നുള്ളതൊക്കെയായിരുന്നു അവർ കണ്ടെത്തിയിരുന്നത്. ദെൻ എന്താണ്, ഫ്രൂട്ട് ബേണിങ് ട്രീസ്, വാട്ടർ, ലാൻഡ്, ഗാർഡൻ ആൻഡ് ഓർക്കാഡ്സ്. എന്താ, ഈ ഫ്രൂട്ട്സ് ഉണ്ടാവുന്ന ട്രീസ് ഇല്ലേ, അതുപോലെ വാട്ടർ, ലാൻഡ്, ഗാർഡൻസ്, അതുപോലെ എന്താണ് ഓർക്കാഡ് മീൻസ് പൂന്തോട്ടങ്ങൾ, തോട്ടങ്ങൾ, ഗാർഡൻസ് ആൻഡ് ഓർക്കാഡ്സ്. ദെൻ
trees, well, open spaces, pasture land, a village. ഈ പാസ്ചർ പ്ലാന്റ്സ് പറഞ്ഞാൽ ഈ മേച്ചിൽപ്പുറങ്ങൾ. ദെൻ എന്താണ് ടാങ്ക്, ഗാനറീസ്, ഫിഷ് പോണ്ട്, ബിലീവ് ആൻഡ് ഡീപ്പ് ലേക്ക്. ഇതൊക്കെ ഒരു ലാൻഡിൽ വേണമെന്നായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എന്താണ് ഭൂമി ലാൻഡിൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ്. ഈ സംഭവങ്ങളൊക്കെ ലാൻഡിൻ്റെ കൂടെ ആവശ്യമാണ്. ഹി വുഡ് റിസീവ് ദ ലാൻഡ് ആൻഡ് ക്യാൻ കളക്ട് ടാക്സസ് ഫ്രം ഇറ്റ്. എന്താണ് ഈ സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ടാങ്കും അതുപോലെ കുഴികളും ഫാം, കനാൽ, നദികളും എല്ലാ സംഭവങ്ങളും ഒരു ലാൻഡിൽ ഉണ്ട്. ഈ ലാൻഡ് എന്നാണ് ഹു റിസീവ് ദ ലാൻഡ് ക്യാൻ കളക്ട് ടാക്സസ് ഫ്രം ഇറ്റ്. എന്താണ് ഈ ലാൻഡ് ആരുടെ കയ്യിലാണോ ഉള്ളത് അയാൾക്ക് അവിടെ നിന്ന് ടാക്സ് കളക്ട് ചെയ്യാൻ സാധിക്കും. ഹി ക്യാൻ കളക്ട് ദ ടാക്സസ് ഇമ്പോസ്ഡ് ബൈ ജുഡീഷ്യൽ ഓഫീസേഴ്സ് ആസ് ഫൈൻ. എന്താണ് ജുഡീഷ്യൽ ഓഫീസേഴ്സിൻ്റെ ഒക്കെ സമ്മതത്തോടു കൂടി തന്നെ ടാക്സ് കളക്ട് ചെയ്യാം. ദ ടാക്സ് കളക്ട് ഓൺ ബിറ്റീഫ് ലീവ്സ് ദാറ്റ് ഓൺ വോവൻ ക്ലോത്ത് ആസ് വെൽ ആസ് ഓൺ വെഹിക്കിൾ. ഈ വെഹിക്കിളിലൊക്കെ ഉപയോഗിക്കുന്ന തൂവലൊക്കെ ഉണ്ടല്ലോ, അത് യൂസ് ചെയ്യുക. അതുപോലെ ഹി ക്യാൻ ബിൽഡ് എ ലാർജ് റൂം, വലിയ റൂംസ് വിത്ത് അപ്പർ സ്റ്റോറീസ് മെയ്ഡ് ബൈ ബേക്ക്ഡ് ബ്രിക്സ്. അപ്പർ സ്റ്റോറീസിന് വേണ്ട ബ്രിക്സ് ഉണ്ടാക്കുക. അതുപോലെ എന്താ ഹി ക്യാൻ ഗെറ്റ് ലാർജ് ആൻഡ് സ്മോൾ വെൽസ് ഡഗ്. അതുപോലെ സ്മോൾ വെൽസ് ഡഗ്. അതുപോലെ എന്താ ഹി ക്യാൻ പ്ലാന്റ് ട്രീസ് ആൻഡ് തോണി ബ്രഷസ്. ട്രീസൊക്കെ നട്ടുപിടിപ്പിക്കുക. ഇഫ് നെസസറി, ഇതൊക്കെ എന്താണ് ആവശ്യമാണ്. ഹി ക്യാൻ ഗെറ്റ് കനാൽസ് കൺസ്ട്രക്റ്റഡ് ഓഫ് ഇറിഗേഷൻ. എന്നാണ് ഇറിഗേഷന് വേണ്ടിയിട്ട് കനാൽസ് മേക്ക് ചെയ്യുക. ഹി ഷുഡ് എൻഷുർ ദാറ്റ് വാട്ടർ ഈസ് നോട്ട് വേസ്റ്റഡ് ആൻഡ് ദാറ്റ് എംബ്രക്കൻ ആർ ബിൽറ്റ്. എന്താണ് വാട്ടർ ഒരിക്കലും യൂസ് ചെയ്യാതിരിക്കുക, അത് വേസ്റ്റ് ആക്കാൻ പാടില്ല. അപ്പം എന്താണ് നമുക്ക് ലാൻഡിൻ്റെ ടാക്സ് കളക്ട് ചെയ്യാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ ഈ വാട്ട് വാസ് ഗിവൺ വിത്ത് ദ ലാൻഡ് എന്ന് പറഞ്ഞത് ഇപ്പം ലാൻഡിൻ്റെ ടാക്സ് കളക്ട് ചെയ്യാൻ സാധിക്കൽ ആർക്കാണെന്നാണ്. ഒരു ലാൻഡ് ആകുമ്പം ലാൻഡിൻ്റെ കൂടെ എന്തൊക്കെ ഉണ്ടാകുമ്പോഴാണ് അതൊരു ലാൻഡ് ആവുക. കാരണം ഒരുപാട് നെസസറി ഒരുപാട് സാധനങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുമ്പോഴാണ് ഒരു ലാൻഡ് ആവുക. കാരണം എന്താ അവിടെ ഫലം കഴിക്കുന്ന ട്രീസ് ഉണ്ടാവണം, വാട്ടർ ഉണ്ടാവണം, ഗാർഡന്, എന്താ ഓർക്കാഡ്സ്, വെൽസ്, ഓപ്പൺ പ്ലേസസ്, പാസ്ചർ പ്ലേസസ്, അങ്ങനെ ഒരുപാട് ഏരിയാസൊക്കെ ഈ ലാൻഡിൽ ഉണ്ടാവണം. ഇതൊക്കെയുള്ള ഈ ലാൻഡിൻ്റെ ടാക്സ് കളക്ട് ചെയ്യാനുള്ള അധികാരം ആർക്കുള്ളത്? റിസീവ് ദ ലാൻഡ് ക്യാൻ കളക്ട് ടാക്സ് ഫ്രം ഇറ്റിലെ ആരാണോ അതിൻ്റെ ഓണർ അയാൾക്കത് കളക്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ അവിടെയുള്ള ചേഞ്ചസും അവിടെയുള്ള ഡെവലപ്മെൻറ്റ്സും എല്ലാം അയാളിലൂടെ ആയിരിക്കും. ഓക്കെ. Unusual for the 12th century was a long Sanskrit poem containing the history of kings who ruled over Kashmir. എന്താണ് 12th century ഒക്കെ ആയപ്പോഴേക്കും സാൻസ്ക്രിറ്റ് പോയം ഒരു ഹിസ്റ്ററി ഓഫ് കിങ്സ്, അന്നൊക്കെ റൂൾ ചെയ്തിരുന്ന കിങ്സിൻ്റെ ഹിസ്റ്ററിയെ പറയുന്ന ഒരു സാൻസ്ക്രിറ്റ് പോയം റിട്ടേൺ ചെയ്തു. ആരാണ്? കാശ്മീരിൽ കേട്ടോ, റൂൾഡ് ഓവർ കാശ്മീരിൽ റൂൾ ചെയ്തിരുന്ന കിങ്സിനെ കുറിച്ചിട്ട് ഒരു സാൻസ്ക്രിറ്റ് പോയം റിട്ടേൺ ചെയ്തിരുന്നു. ഇറ്റ് വാസ് കമ്പോസ്ഡ് ബൈ ആൻ ഓതർ നെയ്മഡ് കൽഹാന. ഇത് കമ്പോസ് ചെയ്തത് ഏത് ഓതറാണ്? ഓതർ വാസ് നെയ്മഡ് കൽഹാന. ഹി യൂസ്ഡ് എ വെറൈറ്റി ഓഫ് സോഴ്സസ്. എന്താണ് വെറൈറ്റി ഓഫ് സോഴ്സസ് ആണ് അദ്ദേഹം അതിന് യൂസ് ചെയ്തിട്ടുള്ളത്. അതാണ് ഇൻക്ലൂഡിങ് ഇൻസ്ക്രിപ്ഷൻസ്, ഡോക്യുമെൻറ്റ്സ്, ഐ വിറ്റ്നസ് അക്കൗണ്ട്സ് ആൻഡ് ഏർലിയർ ഹിസ്റ്ററീസ് ടു റൈറ്റ് ഹിസ് അക്കൗണ്ട്. അൺലൈക്ക് ദ റൈറ്റേഴ്സ് ഓഫ് പ്രശസ്തീസ്, ഹി വാസ് ഓഫൻ ക്രിട്ടിക്കൽ അബൌട്ട് റൂളേഴ്സ് ആൻഡ് ദർ പോളിസീസ്. എന്താണ് അദ്ദേഹത്തിൻ്റെ ഐ വിറ്റ്നസ്സും അതുപോലെ ഡോക്യുമെൻറ്റ്സും ഇൻസ്ക്രിപ്ഷൻസും ഏർലിയർ ആയിട്ടുള്ള ഹിസ്റ്ററീസും ഒക്കെ ഈ പോയംസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ഹി വാസ് ഓഫൻ ക്രിട്ടിക്കൽ അബൌട്ട് റൂളേഴ്സ് ആൻഡ് ദർ പോളിസീസ്. ഒരുപാട് റൂളേഴ്സിൻ്റെയും അവരുടെ പോളിസീസിനൊക്കെ എന്താണ് ഒരുപാട് ക്രിട്ടിക്കലായിട്ടുള്ള ഇതൊക്കെ അയാൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ടുഡേ വി ആർ ഡിസ്കസ് ദ സെക്കൻഡ്
ടോപ്പിക് ദ എമർജൻസ് ഓഫ് ന്യൂ ഡൈനാസ്റ്റീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദി കിങ്ഡംസ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് പറഞ്ഞു, അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ്, അവർ എന്താണ് അഡ്മിനിസ്ട്രേഷൻ, അവരുടെ നെയിംസ് എന്തൊക്കെയായിരുന്നു എന്നൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞിരുന്നത്. ഇന്ന് നമ്മൾ എന്ത് ചെയ്തു, ടാക്സിനെ കുറിച്ച് പറഞ്ഞു. ടാക്സ് കളക്ട് ചെയ്യാൻ ആർക്കാണ് അധികാരം, ആർക്കാണ് ഉള്ളത്. ദെൻ ടാക്സ് കളക്ട് ചെയ്യുന്നതോടൊപ്പം എന്താണ്, അതൊക്കെ കൊള്ളയടിച്ചിട്ട് സമ്പാദിക്കുക, പെട്ടെന്ന് റിച്ച് ആവുക എന്നുള്ളൊരു തലത്തിലേക്കുള്ള മൈൻഡ് ഈ ഡൈനാസ്റ്റീസിനൊക്കെ, എമർജ് ചെയ്ത ഡൈനാസ്റ്റീസിലൊക്കെ ഉണ്ടായിരുന്നു. ഇതിനെന്താ, ഓരോ കിങ്സും പ്രശസ്തീസ് നേടിയത് എങ്ങനെ, അവർ എങ്ങനെയൊക്കെ പ്രശസ്തീസ് നേടാൻ പ്രാപ്തരായി എന്നൊക്കെ പറഞ്ഞു. അതിൽ പറഞ്ഞിട്ടുള്ളതാണ് അച്ചീവ്മെൻറ്റ്സ് ഓഫ് നാഗഭട്ട എന്ന് പറഞ്ഞിട്ടുള്ള റൂളേഴ്സ്. എന്താണ്, ഒരുപാട് റൂളേഴ്സ് ഒരുപാട് പ്രശസ്തീസൊക്കെ നേടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള സാൻസ്ക്രിറ്റിലുണ്ടായിരുന്ന ഒരു പ്രശസ്തീസാണ് ഇവിടെ പറഞ്ഞത്. അദ്ദേഹം എന്തൊക്കെയുണ്ട്, കിങ് ഓഫ് ആന്ധ്ര, സൈന്ദർവ, വിദർഭ, ഒരുപാട് പ്രശസ്തീസ് അദ്ദേഹം നേടിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട്. അതുപോലെ എന്താ, ഈ കിങ്സിനൊക്കെ റിവാർഡ്സ് നൽകിയത് ബ്രാഹ്മൺസ് ആയിരുന്നു കേട്ടോ. ഏറ്റവും കൂടുതൽ അവർ ഇൻഫ്ലുവൻസ് ചെയ്തത് ബ്രാഹ്മൺസ് ആയിരുന്നു. ഇതിൻ്റെ ഒക്കെ എന്താണ്, ഈ റെക്കോർഡ്സ്, ഇവർ എന്ത് പ്രവൃത്തി ചെയ്തതിൻ്റെ റെക്കോർഡ്സൊക്കെ കിട്ടിയിരുന്നത് ഈ കോപ്പർ പ്ലേറ്റ്സിൽ, ചെമ്പ് തകിടിലില്ലേ, അവർ കൊത്തി വെച്ചിരുന്ന അവരെ വർക്ക്സും എല്ലാം അതിൽ നിന്നാണ് നമുക്ക് കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ ഒരു വാട്ട് വാസ് ഗിവൺ വിത്ത് ദ ലാൻഡ്, ഒരു ലാൻഡിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ലഭിക്കും, എന്തിനൊക്കെ അത് യൂസ് ചെയ്യാമെന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത്. ദെൻ എന്ത് പറഞ്ഞു, 12th സെഞ്ച്വറിയിൽ ഒരു സാൻസ്ക്രിറ്റ് പോയം എഴുതി. ആരെക്കുറിച്ച്, ഹിസ്റ്ററി ഓഫ് കിങ്സ് ഹു റൂൾഡ് ഓവർ കാശ്മീർ റൂൾ ചെയ്തിട്ടുള്ള കിങ്സിനെ കുറിച്ചിട്ട്. അത് കമ്പോസ് ചെയ്തത് ആരാണ്, ബൈ ആൻ ഓതർ നെയ്മഡ് കൽഹാന എന്നൊരു ഓതറാണ് ആ ഒരു പോയം കമ്പോസ് ചെയ്തത്. അദ്ദേഹം എന്താണ്, ഒരുപാട് വെറൈറ്റി സോഴ്സസൊക്കെ അതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ്, ഇൻക്ലൂഡിങ് ഇൻസ്ക്രിപ്ഷൻസ്, ഡോക്യുമെൻറ്റ്സ്, സൈറ്റ് വിറ്റ്നസ് അക്കൗണ്ട്സ് ആൻഡ് ഏർലിയർ ആയിട്ടുള്ള ഹിസ്റ്ററീസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ അക്കൗണ്ടിൽ. അക്കൗണ്ട് മീൻസ് ഈ പോയത്തിൽ. ഇതിലെന്താണ്, ഒരുപാട് റൈറ്റേഴ്സിൻ്റെ പ്രശസ്തീസും ഒക്കെ യൂസ് ചെയ്തു. അതുകൊണ്ട് തന്നെ എന്താ, ഹി വാസ് ഓഫൻ ക്രിട്ടിക്കൽ അബൌട്ട് റൂളേഴ്സ് ആൻഡ് ദർ പോളിസീസ്. അപ്പോൾ അദ്ദേഹം ഒരുപാട് മെയിനായിട്ട് ബുദ്ധിമുട്ട് എന്താണ്, ഈ റൂളേഴ്സും അവരുടെ പോളിസീസിലൊക്കെ അദ്ദേഹം ഒരുപാട് ബുദ്ധിമുട്ടി. ദിസ് ടോപ്പിക് ഈസ് some difficulty. If you have any doubts, ask me. Okay, bye.